അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോണത് നാളത്തെ മെയിൻ്റനൻസിന് ശേഷം എന്തൊക്കെ ഗെയിമിൽ വരും, എന്തൊക്കെ ഗെയിമിൽ വരാതിരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ നറൂട്ടോ ഷിപ്പുഡാൻ കൊളാബറേഷൻ ക്യാമ്പയിൻ നാളത്തോടെ എൻഡ് ആണതാണ്. അത് 2 ആഴ്ചത്തോളം നീണ്ടുന്നൊരു ക്യാമ്പയിനായിരുന്നു. അപ്പോൾ ബെയിലിൻ്റെ പാക്കും നമ്മളെ അങ്കര മെസ്സിൻ്റെ പാക്കൊക്കെ നാളത്തോടെ എൻഡ് ആവും. അപ്പോൾ അതൊക്കെ കറക്കാത്തവരാണെങ്കിൽ പോയി കറക്കുക. ഞാൻ പറയണ വെച്ചാൽ ഒന്നും കറക്കണ്ടെന്നാണ്. ഇനി വേൾഡ് കപ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നല്ല ക്യാമ്പയിനൊക്കെ ഇറക്കും. അപ്പോൾ നിങ്ങളൊക്കെ കോയിൻ സേവ് ചെയ്ത് വെച്ചവരാണെങ്കിൽ ഇനിയും സേവ് ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ 9th ആനിവേഴ്സറിയാണ് നാളെ വരാൻ പോണത്. പിന്നെ കഴിഞ്ഞ 8th ആനിവേഴ്സറി ക്യാമ്പയിനിൽ ഈ ബാറ്റിസ്റ്റൂട്ട, ഓവൻ, ബെർക്യാമ്പ്, ഗുയിലി, നക്കാറ്റ, ഓഡോ, വാൻ ബോയ്റ്റൻ, അബേറ്റിനെ കൊടുന്നായിരുന്നു. പിന്നെ 30 ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു, ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഇനി നാളെ വരാൻ പോണ 9th ആനിവേഴ്സറി ആണ്. ഇതൊക്കെയാണ് ഇപ്പോൾ റൂമേഴ്സ് ഇറങ്ങിയുള്ളത്. കന്നവേരോ, ഡെന്നിസ് ലോ, ലാമിൻ യമാൽ, ഫിഗോ, പിന്നെ ഇർവിന്, പുയോള്, ഹ്യൂഗോ ലോറിസ്, ക്ലാസ് അൽഗോത്തനർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പിക്സൊക്കെ വരാൻ സാധ്യത വളരെ കുറവാകും. കാരണം 900 ബില്യൺ ക്യാമ്പയിനിലൊക്കെ ഇവർ ആ ഇൻസാഗി, ഒലിവർ ഗാൻ അങ്ങനത്തെ കുറേ പ്ലേയേഴ്സിൻ്റെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഇറക്കിയിരുന്നു. ഇനി 1 ബില്യൺ ക്യാമ്പയിനാണ് വരാൻ പോണത്. 1 ബില്യൺ ക്യാമ്പയിൻ വന്നു പോയി. അതിൽ ഇതേപോലെ ജെറാഡ്, റൊണാൾഡീനോ, ബെർബറ്റോ, എഡ്മിൽസ് അങ്ങനെ നല്ല പ്ലേയേഴ്സിനൊക്കെ കൊടുന്നായിരുന്നു. അപ്പോൾ എപ്പിക്ക് വരാൻ സാധ്യത കുറവേ കാരണം. പിന്നെ ഇതാണ് ഇങ്ങനൊരു ഇതേക്കാരം വരാൻ പോണത്. ഒരു 4 പ്ലേയേഴ്സ് ഉണ്ടാവും, അതിലൊരു സെലക്ഷൻ കോൺട്രാക്റ്റും ഉണ്ടാവും. അതിൽ നിന്നൊരു പ്ലെയറിനെ എടുക്കുക. അങ്ങനെയാണ് ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയൊരു സംഭവമാണ്. ഒരാഴ്ച മുന്നേ ഒരു വോട്ടിംഗ് നടത്തിയിരുന്നു. ഇംഗ്ലണ്ട്, നെതർലാൻഡ്സ്, ജർമ്മനി, തുർക്കിയിൽ നിന്ന് 5 പ്ലേയേഴ്സിനെ വെച്ചിട്ട്. ഇതൊക്കെയാണ് ആ പ്ലേയേഴ്സ്. ജർമ്മനിയിൽ നിന്ന് കിമ്മിച്ച്, ആംഗ്ലോ സിഗ്ലർ, പാലോവിച്ച്, വാൾഡറാൻഡോണ്, ഡേവിഡ് റോം. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് മാർക്കോ ഗുഹി വരാനാണ് സാധ്യത. ജർമ്മനിയിൽ നിന്ന് കിമ്മിച്ചും, നെതർലാൻഡ്സിൽ നിന്ന് മത്തേസ് ഡിലീറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നാദനയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഫ്രിങ്പോങ് വരാനും സാധ്യത കൂടുതലാണ്. പിന്നെ തുർക്കിയിൽ നിന്ന് ഞാൻ നോക്കണ ഓർക്കാൻ കൊങ്ചു വരാനാണ് സാധ്യത കൂടുതൽ. അതാവും വരാൻ സാധ്യത. പിന്നെ ഇതെങ്ങനെ വെച്ചാൽ ഈ 5 പ്ലേയേഴ്സിന് ഏതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ പ്ലേയേഴ്സാണ്. ഓരോരോ നാഷണലിൽ നിന്നും ഓരോരോ പ്ലേയേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ജർമ്മനീനെ ഏതായാലും കിമ്മിച്ച് വരട്ടെ. ഞാൻ കിമ്മിച്ചിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു 4 പ്ലേയേഴ്സ് ആയിക്കാരം. ജർമ്മനിയിൽ നിന്ന് 1, ഇംഗ്ലണ്ടിൽ നിന്ന് 1, നെതർലാൻഡ്സിൽ നിന്ന് 1, ടർക്കിയിൽ നിന്ന് 1. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് കിമ്മിച്ചാവാനൊക്കെ സാധ്യത. ഇംഗ്ലണ്ടിൽ നിന്ന് ഗുഹി, ഈ കാണുന്ന പ്ലേയേഴ്സൊക്കെയാണ് വരാൻ പോണത്. ജർമ്മനിയിൽ നിന്ന് കിമ്മിച്ച്, നെതർലാൻഡ്സിൽ നിന്ന് ഡിലൈറ്റ്, നാദനയ്ക്ക്, ഫ്രിങ്പോങ്, ഇംഗ്ലണ്ടിൽ നിന്ന് ഈ ഗുഹി വരാൻ സാധ്യത ഉണ്ട്. പിന്നെ തുർക്കിയിൽ നിന്ന് ഈ ഓർക്കാൻ കൊച്ചു. പിന്നെ ഈ ജിക്ക് ഉണ്ടല്ലോ, എന്താണ് കാക്കിർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്, പറയാൻ കിട്ടുള്ള അജാതി പേരൊക്കെ കൊടുത്തുള്ളത്. അപ്പോൾ ഈ കാർഡ് വന്നാൽ സെറ്റാവും. കാരണം കുറേ F2P പ്ലേയേഴ്സിന് ഇതുവരെ കീപ്പറൊന്നും സെറ്റായിട്ടില്ല, പുതിയ തുടങ്ങിയവർക്കാണെങ്കിലും. അപ്പോൾ ഈ ഷോർട്ട് ടൈം കീപ്പർ വന്നാൽ കീപ്പറില്ലാത്തവർക്കൊക്കെ ഉപകാരമായിക്കാരം ഈ ടർക്കിയിൽ നിന്ന്. പിന്നെ ഞാൻ ജർമ്മനിയിൽ കിമ്മിച്ചിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കിമ്മിച്ച് വരട്ടെ. കിമ്മിച്ചിൻ്റെ ഹൈലൈറ്റ് കാർഡൊക്കെ സെറ്റാണ്. അപ്പോൾ ഷോർട്ട് ടൈം കാർഡും കൂടി വന്നാൽ ഏതായാലും സെറ്റാക്കാരം. നിങ്ങൾക്ക് DMF ആയിട്ടും യൂസ് ചെയ്യാം, RB ആയിട്ടും യൂസ് ചെയ്യുക. RB ആയിട്ടൊക്കെ അല്ല പക്കയായിട്ട് കളിപ്പിക്കാൻ പറ്റിയ കാർഡാണ്. കുറേ അറ്റാക്കി ഫുൾ ബാക്ക് കാർഡൊക്കെ ഉണ്ടായിരുന്നു കിമ്മിച്ചിൻ്റെ. ഇന്ത്യയിൽ കുറേ ഉണ്ട് കാർഡ്, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ പാക്ക് നാളെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ റൂമേഴ്സാണ്. പാട്രിക് വിയേര, ക്യാമ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ റൂമേഴ്സാണ്. പിന്നെ ഇത് വേൾഡ് കപ്പിന് വരും എന്നൊക്കെ പറയണേ, വേൾഡ് കപ്പ് ക്യാമ്പയിനൊക്കെ ആകുമ്പോൾ വരും എന്നൊക്കെ പറയണ പാക്കുകളാണ്. ഇതൊക്കെ കോൺസെപ്റ്റാണ്, ഓരോരോ ആൾക്കാർ പടച്ചു വിടുന്നതാണ് കോൺസെപ്റ്റ് ആർട്ടൊക്കെ. ഇതിലിതാ ഫോർലാൻ, ആര്യൻ റോബൻ, ഇനിയസ്റ്റ, കക്കയൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തോടെ നമ്മളെ പ്ലെയർ ഓഫ് ദി വീക്ക് എൻ്റെ ആവും. പ്ലെയർ ഓഫ് ദി വീക്ക് കളിച്ച് ഫ്രീ ട്രൈ എടുക്കാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ പോയി എടുക്കുക. നാളെ പുതിയ പ്ലെയർ ഓഫ് ദി വീക്ക് ആക്കാരം. അപ്പോൾ ഇതാണ് നാളെ വരാവുന്ന പ്ലെയർ ഓഫ് ദി വീക്ക്. മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ട്, ജെറമി ദോക്കുണ്ട്, പിന്നെ ഏതൊരു ജപ്പാൻ പ്ലെയറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേയേഴ്സിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നാളത്തെ മെയിൻ്റെനൻസിന് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നതാണ് എന്തൊക്കെയാണ് വന്നു എന്നുള്ളത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.